നമസ്കാരം. രാജ്യത്തെ ഏറ്റവും ഒടുവിലായി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. ഈ വർഷം നടക്കേണ്ടിയിരുന്ന 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒന്ന് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയാനിരിക്കുന്നതേയുള്ളൂ. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ വാശിയേറിയ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. 10-11 വർഷം തുടർച്ചയായി സംസ്ഥാനം ഭരിച്ച ആം ആദ്മി പാർട്ടിയെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കാൻ അതിന് ആ ഘട്ടത്തിൽ BJPക്ക് സാധിച്ചുവെന്ന് മാത്രമല്ല, BJP ഒരു സർപ്രൈസ് നീക്കത്തിലൂടെ ഒരു വനിതയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. BJPയുടെ മുഖമായിരുന്ന ധാരാളം നേതാക്കന്മാർ ദില്ലിയിൽ ഉണ്ടായിരുന്നെങ്കിലും അവസാനം മുഖ്യമന്ത്രിയുടെ പേര് വന്നപ്പോൾ അതൊരു വനിതാ നേതാവിൻ്റെതായിരുന്നു, രേഖ ഗുപ്തയുടേതായിരുന്നു. അങ്ങനെയാണ് രേഖ ഗുപ്ത എന്ന ഒരു രാഷ്ട്രീയക്കാരി ഇന്ത്യയിൽ അതിപ്രശസ്തയാകുന്നത്, ഇന്ത്യയിൽ എമ്പാടുമുള്ള ജനങ്ങൾക്ക് അറിയാവുന്ന രീതിയിലേക്ക് വളർന്നത്. ഇപ്പോഴിതാ രേഖ ഗുപ്തക്കെതിരെ ഒരു വധഭീഷണി വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ദില്ലി മുഖ്യമന്ത്രിക്ക് നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ വധഭീഷണിയെയും പോലീസ് വലിയ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് വ്യാഴാഴ്ച രാത്രി 11 മണിയോടുകൂടി ഗാസിയാബാദിലെ കൺട്രോൾ റൂമിലേക്കാണ് ഈ ഒരു സന്ദേശം വന്നത്. അതായത് രേഖ ഗുപ്ത, ദില്ലി മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഉടൻ കൊല്ലപ്പെടും എന്ന ഒരു വാർത്തയായിരുന്നു, അങ്ങനെയൊരു മെസ്സേജ് ആയിരുന്നു ആ സമയത്ത് പോലീസിന് ലഭിച്ചത്. പോലീസ് എന്തായാലും വളരെ കൃത്യതയോടുകൂടി പ്രവർത്തിച്ചു എന്ന് വേണം പറയാൻ. കൃത്യമായ നീക്കങ്ങൾ അപ്പോൾ തന്നെ നടത്തി. കാരണം ദില്ലി മുഖ്യമന്ത്രിക്ക് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളതാണ്. അതിനപ്പുറം ഈ ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷ ഉടൻ തന്നെ വർദ്ധിപ്പിച്ചു. മാത്രമല്ല, ആരാണ്, എവിടെ നിന്നാണ് ഈ ഭീഷണി നൽകിയത് എന്ന അന്വേഷണം കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തു. ഈ കേസിൽ പ്രതിയായിട്ടുള്ളത് മാനസികമായി നിരാശ ബാധിച്ച ഒരു യുവാവാണ് എന്നാണ് പോലീസ് പറയുന്നത്. അതായത് അയാളുടെ ഭാര്യ പിണങ്ങിപ്പോകുന്നു, അതിൻ്റെ ഒരു നിരാശ ബാധിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ മദ്യപിച്ചു. അതിനുശേഷം ദില്ലി മുഖ്യമന്ത്രിയെ കൊല്ലുമെന്ന് 112 എന്ന അടിയന്തര ഘട്ടത്തിൽ വിളിക്കേണ്ട നമ്പറിൽ വിളിച്ച് ഈ സന്ദേശം അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് പോലീസ് ജാഗരൂകരാകുന്നതും പോലീസ് കൃത്യമായി ഈ ആരാണോ വിളിച്ചത് അയാളെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കണ്ടെത്തുകയും ചെയ്തു. അതായത് ഇയാൾ ഫോൺ വിളിച്ചതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന് ചില തടസ്സങ്ങൾ നേരിട്ടു. പക്ഷേ ശാസ്ത്രീയമായ അന്വേഷണം തന്നെ നടത്തി. അതനുസരിച്ച് ആളെ കൃത്യമായി പിടിക്കുകയും ചെയ്തു. പക്ഷേ ഇത് നിരാശയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ഫോൺ കോൾ ആണെന്നും വലിയ രീതിയിൽ ഇപ്പോൾ ദില്ലി മുഖ്യമന്ത്രിക്ക് സുരക്ഷാ ഭീഷണിയില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഇത് അത്ര കണ്ട് വിശ്വസനീയമല്ല. കാരണം പോലീസ് കൃത്യമായ വിവരശേഖരണവും അന്വേഷണവും ഇപ്പോഴും ഈ വിഷയത്തിൽ തുടരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഈ പറഞ്ഞ വ്യക്തിയിൽ നിന്നും ചില വ്യാജ ID കാർഡുകൾ ലഭിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആൾ കൊല്ലപ്പെടും എന്ന് വിളിച്ചറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് അന്വേഷിക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും. അതിനുശേഷം നടന്ന പരിശോധനയിലാണ് ഇപ്പോൾ വ്യാജ കാർഡുകൾ, തിരിച്ചറിയൽ കാർഡുകൾ, അത് ഏതൊക്കെ തിരിച്ചറിയൽ കാർഡുകളാണ് പോലീസിന് ലഭിച്ചത് എന്ന് വിശദമായ സൂചന വന്നിട്ടില്ല. പക്ഷേ സൂചന കൃത്യമായിട്ടുണ്ട്. അതായത് ഇയാളുടെ വീടുകളിൽ നിന്നും അല്ലെങ്കിൽ ഇയാളുടെ താമസ സ്ഥലത്ത് നിന്നും വ്യാജ ID കാർഡുകൾ ലഭിച്ചു. ഒരു VIP-യെ വധിക്കണമെങ്കിൽ അല്ലെങ്കിൽ VIP-യുടെ ജീവന് ഭീഷണി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരക്കാർ വ്യാജ ID കാർഡുകളൊക്കെ ശേഖരിക്കുക പതിവാണ്. എന്തായാലും പോലീസ് അന്വേഷണത്തിൻ്റെ ഒരു രഹസ്യാത്മകത കാത്തുസൂക്ഷിക്കാനാണോ ഇയാൾ നിരാശയിൽ നിന്ന് മദ്യപിക്കുകയും അതിനുശേഷം ഫോൺ ചെയ്യുകയും ചെയ്തത് എന്ന് പുറത്തേക്ക് പറഞ്ഞത് എന്ന് സംശയമുണ്ട്. എന്തായാലും കാര്യമായി തന്നെ പോലീസ് അന്വേഷിക്കുകയാണ്. ഈ യുവാവിൻ്റെ പക്കൽ നിന്നും വ്യാജ ID കാർഡുകൾ കണ്ടെടുത്തത് കൊണ്ട് തന്നെ വളരെ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളടക്കം ഈ ഭീഷണിക്ക് പിന്നിൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ദില്ലി മുഖ്യമന്ത്രിക്ക് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ നൽകി വരികയാണ്. പ്രത്യേകിച്ചും തഹാവൂർ റാണയെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിശദാംശങ്ങൾ ചോദ്യം ചെയ്തിരുന്നു NIA. ആ സമയത്തെല്ലാം ദില്ലിയിൽ വലിയ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയത്. ആ സമയത്ത് ദില്ലി മുഖ്യമന്ത്രി അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾക്കെല്ലാം സുരക്ഷ ഒരുക്കിയിരുന്നു. ഈ സമയത്താണ് ഇത്തരത്തിൽ ഒരു ഭീഷണി സന്ദേശം എത്തിയത് എന്നതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ വളരെ വിശദമായ അന്വേഷണം നടത്തുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.